എനിക്ക് വയനാട്ടിലേക്കൊന്ന് പോകണം. വയനാട്ടിൽ CBI അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. CBI അന്വേഷണം ഏറ്റെടുത്തതിനെ തുടർന്ന് ഇന്നിപ്പോൾ പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസ് CBI അന്വേഷണ ഉദ്യോഗസ്ഥരെ സന്ദർശിക്കും. അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു. വയനാട്ടിൽ നിന്നും സന്ദീപിലേക്കും നേരത്തെ പറഞ്ഞ കൊലപാതകത്തിൻ്റെ വാർത്തയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ആദ്യം ഞാൻ പോകുന്നത് ദീപക് മോഹനിലേക്കാണ്. ദീപക് മോഹൻ, വെരി ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ CBI അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു. പൂക്കോട് വെറ്ററിനറി ക്യാമ്പസിലേക്ക് എപ്പോഴാണ് CBI ഉദ്യോഗസ്ഥർ എത്തുക? ഒപ്പം CBI അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടാകുമല്ലോ ചോദ്യം ചെയ്യേണ്ടവരെ, നേരത്തെ അന്വേഷണത്തിൽ പങ്കെടുത്തവർ, മൊഴി കൊടുത്തവർ, ഒപ്പം തന്നെ ഇതിൽ കോൺഗ്രസ് ആരോപിക്കുന്നവർ, ഇവരുടെയൊക്കെ പേര് ആ പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇന്ന് ഏതുതരം അന്വേഷണമായിരിക്കും CBI നടത്തുക? അവിടെ സന്ദർശിച്ചതിന് ശേഷം ആരെങ്കിലും മൊഴിയെടുപ്പിക്കാൻ വിളിച്ചിട്ടുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺകുമാർ, ഈ വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ CBI സംഘം അന്വേഷണത്തിനായി കേരളത്തിലെത്തിയിരിക്കുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരുന്നു. CBI അന്വേഷണത്തിലുള്ള നടപടികൾ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന് ആരോപിച്ച സിദ്ധാർത്ഥന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേന്ദ്ര സംഘം CBI സംഘം ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഇവർ കണ്ണൂരിലെത്തിയത്. ഇന്ന് രാവിലെയോടുകൂടി ഈ സംഘം കൽപ്പറ്റയിലെത്തും. അന്വേഷണ ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ DYSPയുടെ ഓഫീസിലെത്തി ഇതുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റു കാര്യങ്ങളും അന്വേഷിക്കും. അതോടൊപ്പം ആ രേഖകൾ കൈമാറും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷമായിരിക്കും ഈ DYSPയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നേരത്തെ, അതായത് ഈ തെളിവെടുപ്പ് നടത്തിയ കോളേജിലും ഹോസ്റ്റലിലും പരിസരങ്ങളിലടക്കം ഈ CBI സംഘം പോയി സന്ദർശിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ ഈ സിദ്ധാർത്ഥന്റെ പിതാവ് ഓരോ ദിവസവും വൈകുന്നത് അന്വേഷണത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും കുറ്റവാളികൾക്ക് അത് നേട്ടമാകുമെന്നുള്ള രീതിയിലാണ് ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. അതിനനുസരിച്ച് തന്നെയാണ് ഹൈക്കോടതി ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ CBI സംഘം എത്രയും വേഗം അന്വേഷണം ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. ഏതായാലും കഴിഞ്ഞ മാർച്ച് 9-നാണ് അന്വേഷണം CBIക്ക് കൈമാറിയത്. എന്നാൽ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കിയതിനു ശേഷം ഫയലുകൾ കേന്ദ്രത്തിന് അയച്ചത് പിന്നീട് മാർച്ച് 26-നാണ്. ഏതായാലും ഇത്ര നാൾ വൈകിയത് കൊണ്ട് തന്നെ ഈ അന്വേഷണത്തെ കൂടുതൽ ഗുരുതരമായി ബാധിക്കുന്നതും കുറ്റവാളികൾക്ക് അത് നേട്ടമാകുന്നതും കൊണ്ടുമാണ് ദീപക് മോഹനാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.